പ്രധാനമന്ത്രി വർഗീയത പറയുന്നത് ആപത്കരം. വി.ഡി. സതീശൻ. പ്രധാനമന്ത്രി കസേരയിരുന്ന് പച്ചയ്ക്ക് വർഗീയത വിളിച്ചു പറയുന്നത് അപകടകരമാണെന്നും ഇന്ത്യ എന്ന മഹനീയമായ ആശയത്തെയും രാജ്യത്തിൻ്റെ മൂല്യങ്ങളെയും വികലമാക്കുന്നതിന് തുല്യമാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേരളത്തിൽ ബി.ജെ.പിയുടെയും സംഘപരിവാറിൻ്റെയും തെരഞ്ഞെടുപ്പ് അജണ്ട വർഗീയത മാത്രമാണെന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ വ്യക്തമായെന്നും അദ്ദേഹം പറഞ്ഞു. വികസന നേട്ടങ്ങളൊന്നും പറയാനില്ല. രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചോ കേരളത്തിൻ്റെ മുൻഗണനാ ക്രമങ്ങളെക്കുറിച്ചോ പറയാൻ നാവനക്കിയില്ല. പകരം പറയുന്നത് വർഗീയത മാത്രം. കേരളത്തിൽ ബി.ജെ.പിയുടെയും സംഘപരിവാറിൻ്റെയും തെരഞ്ഞെടുപ്പ് അജണ്ട വർഗീയത മാത്രമാണെന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ വ്യക്തമായി. പക്ഷേ ഇത് മതേതര കേരളമാണെന്ന് മോദിക്കും ബി.ജെ.പിക്കും ഉടൻ ബോധ്യമാകും. പല സംസ്ഥാനങ്ങളിലും പയറ്റുന്ന വിഭജന രാഷ്ട്രീയവും വർഗീയ വിഷപ്രചരണവും കേരളത്തിൻ്റെ മണ്ണിൽ വിലപ്പോകില്ല, വി.ഡി. സതീശൻ പറഞ്ഞു. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും യു.ഡി.എഫിൻ്റെയും മുൻഗണനാ പട്ടികയിൽ ആദ്യത്തേത് മതേതരത്വം സംരക്ഷിക്കുക എന്നതാണ്. വർഗീയ ശക്തികളെ ഈ മണ്ണിൽ കുഴിച്ചുമൂടാനും മതേതരത്വം സംരക്ഷിക്കാനും ഏതറ്റം വരെയും പോകും. 4 വോട്ടിന് വേണ്ടിയോ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാനോ വർഗീയതയെ താലോലിക്കുന്ന നെറികെട്ട നയം കോൺഗ്രസിനോ യു.ഡി.എഫിനോ ഇല്ല. കോൺഗ്രസിൻ്റെയും യു.ഡി.എഫിൻ്റെയും മതേതര കാഴ്ചപ്പാടിന് നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല എന്നും വി.ഡി. സതീശൻ പറഞ്ഞു.